നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റാണ് വീശുന്നത്. നമ്മുടെ വിശാലമായ സമുദ്രാതിർത്തികൾ നിരീക്ഷിക്കാനും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും 4 ആംഫിബിയസ് വിമാനങ്ങൾ പാട്ടത്തിനെടുക്കാൻ ഇന്ത്യൻ നാവികസേന തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇതിൽ പ്രധാനമായും പരിഗണിക്കുന്നത് ജപ്പാൻ നിർമ്മിതവും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആംഫിബിയസ് വിമാനവുമായ US-2 ആണ്. എന്തുകൊണ്ടാണ് ഈ വിമാനം ഇത്രത്തോളം ചർച്ചയാകുന്നത്? എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? ഒരു വിമാനവും കപ്പലും ഒന്നിച്ചു ചേർന്നാൽ എങ്ങനെയുണ്ടാകും? അതാണ് US-2. റൺവേകൾ ഇല്ലാത്തയിടങ്ങളിലും ആഴക്കടലിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന അത്ഭുത യന്ത്രമാണിത്. സാധാരണ വിമാനങ്ങൾക്ക് പറന്നുയരാൻ കിലോമീറ്ററുകൾ നീളമുള്ള റൺവേ വേണമെങ്കിൽ US-2 വിമാനത്തിന് വെള്ളത്തിൽ നിന്ന് വെറും 280 മീറ്റർ ദൂരത്തിനുള്ളിൽ പറന്നുയരാൻ സാധിക്കും. ലാൻഡ് ചെയ്യാൻ വെറും 330 മീറ്റർ ദൂരം മതി. 5-ാം നമ്പറിലുള്ള ഉയർന്ന തിരമാലകളിൽ പോലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയും എന്നതാണ് ഈ വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്ത് മറ്റൊരു ആംഫിബിയസ് വിമാനത്തിനും അവകാശപ്പെടാനില്ലാത്ത കഴിവാണിത്. ഏകദേശം 4700 കിലോമീറ്റർ ദൂരം ഒറ്റയടിക്ക് പറക്കാൻ ഇതിന് സാധിക്കും. അതായത് ഇന്ത്യയുടെ പ്രധാന തീരത്തുനിന്ന് പറന്നുയർന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യഭാഗത്തോ എത്തി നിരീക്ഷണം നടത്തി തിരിച്ചു വരാൻ ഇതിന് പ്രയാസമില്ല. മണിക്കൂറിൽ 480 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ വിമാനം കപ്പലുകളേക്കാൾ 10 ഇരട്ടി വേഗതയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തും. എന്തുകൊണ്ട് ഇന്ത്യക്ക് ഈ വിമാനം അനിവാര്യമാകുന്നു? നമ്മുടെ അയൽരാജ്യമായ ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്താൻ ഇന്ത്യക്ക് ഇത്തരം വിമാനങ്ങൾ കൂടിയേ തീരൂ. ആൻഡമാൻ കടലിടുക്കിലെയും മലാക്ക കടലിടുക്കിലെയും കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാൻ ഇതിലും മികച്ച മറ്റൊരു മാർഗമില്ല. അടിയന്തര ഘട്ടങ്ങളിൽ പാരാ കമാൻഡോകളെ ശത്രു രാജ്യങ്ങളുടെ റഡാറുകളിൽ പെടാതെ കടൽമാർഗം വിന്യസിക്കാൻ ഇത്തരം വിമാനങ്ങൾ സഹായിക്കും. 20 സൈനികരെ പൂർണ്ണ സജ്ജീകരണങ്ങളോടെ ഇതിൽ വഹിക്കാൻ സാധിക്കും. കടലിൽ ഏതെങ്കിലും കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ ഹെലികോപ്റ്ററുകൾ എത്തുന്നതിനേക്കാൾ മുൻപേ ഈ വിമാനങ്ങൾക്ക് അവിടെ എത്താനാകും. വെള്ളത്തിലിറങ്ങി ആളുകളെ രക്ഷപ്പെടുത്തി തിരികെ വരാനും കഴിയും. ഇതിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള മെഡിക്കൽ യൂണിറ്റുകളും ലഭ്യമാണ്. നേരിട്ട് കോടികൾ മുടക്കി വാങ്ങുന്നതിനു പകരം ആദ്യം ഇവ പാട്ടത്തിനെടുക്കാനാണ് നാവികസേനയുടെ തീരുമാനം എന്നാണ് സൂചന. ഇത് നമ്മുടെ സൈനികർക്ക് ഈ സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടാൻ അവസരം നൽകും. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഭാവിയിൽ ഇവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കടലിലെ തടസ്സങ്ങളെ വകഞ്ഞു മാറ്റി ആകാശത്ത് കരുത്തു കാട്ടുന്ന US-2 വിമാനങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമാനങ്ങൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യഥാർത്ഥ ബിഗ് ബോസ് ഇന്ത്യ തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.